കാഞ്ഞിരമുക്ക് PNUP സ്കൂളിൽ വെച്ച് നടക്കുന്ന ISS ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വികസന കാഴ്ചപ്പാട് രേഖ മാറഞ്ചേരി ഭരണസമിതിക്ക് കൈമാറി. പ്രോഗ്രാം ഓഫീസർ ജാഫർ, NSS ലീഡർമാരായ ഹന ഹൈദർ, മുഹമ്മദ് റിഫാസ്, ക്യാമ്പ് ലീഡർമാരായ ഷാമിൽ, ജാസിയ, ഗ്രൂപ്പ് ലീഡർമാരായ റസൽ, ദിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജിത്ത് ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് ഖദീജ മൂത്തേടത്ത്, വാർഡ് മെമ്പർമാരായ നൂറുദ്ദീൻ, MT നജീബ്, നാസർ മാഷ്, PC ജസീറ, ജിതിൻ, നൌഷാദ്, മുസ്തഫ PV, ആസിയ വടശ്ശേരി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തില് എഴുത്തുരുത്തി ISS ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഒരു ക്യാമ്പാണ് കാഞ്ഞിരമുക്ക് സ്കൂളിൽ നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. പക്ഷേ നമ്മളെല്ലാം വ്യത്യസ്തരാക്കി, നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് അവർ നമുക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം NSSന്റെ അടുത്ത് നടക്കുന്ന ക്യാമ്പുകളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അതാത് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് കൊടുത്തതായിട്ട് അറിവില്ല. എന്തായാലും ഇത് ഞങ്ങളുടെ മനസ്സിലുള്ള ഒരു ആശയമാണ്. ആളം പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം ഹബ്ബ് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഭരണസമിതിയുടെ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ അവർ ഈ കഴിഞ്ഞ 7 ദിവസമായിട്ട്, നാളത്തോടെ അവസാനിക്കുക ക്യാമ്പ്, 7 ദിവസമായിട്ട് അവർ ആ ഭാഗത്ത് ആ പ്രദേശത്ത് സന്ദർശിച്ചുകൊണ്ട് അവരുടെ വികസന കാഴ്ചപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട്. ആളം പ്രദേശത്തെ വെച്ചുകൊണ്ട് തീർച്ചയായും ഞങ്ങളിത് പരിഗണിക്കും. ഞങ്ങൾ പരിഗണിക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഈ NSS വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി സ്വരൂപിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും മാറഞ്ചേരി പഞ്ചായത്ത് ഭരണസമിതി ചെയ്യും. കാഞ്ഞിരമുക്കിൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മളിപ്പോൾ ആളന്ദീപ്, അവിടെ മാറഞ്ചേരി പഞ്ചായത്തിലെ ആളന്ദീപ് എന്ന പ്രദേശങ്ങൾ 2 ദിവസമായിട്ട് ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു അവിടെ നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ടൂറിസ്റ്റ് ആയിട്ടുള്ള കേന്ദ്രം വരാൻ ഞങ്ങൾക്കൊരു ആശയം തോന്നി. അപ്പോൾ അവിടെ വെച്ചാൽ നല്ല അതിനനുസരിച്ചുള്ള കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രകൃതിയും കാര്യങ്ങളെല്ലാം അനങ്ങി ചേർന്നൊരു സ്ഥലമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയി കണ്ട ടൈമിൽ വേറെ ഒരു സ്ഥലത്ത് പോയ പോലെ ഫീൽ ആയി തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ഞങ്ങളെല്ലാ വോളണ്ടിയേഴ്സും കൂടിയിട്ട് ഓരോരുത്തരായിട്ട് ചോദിച്ച് എല്ലാവരും അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ടൂറിസ്റ്റ് കേന്ദ്രം അവിടെ വരുന്നാൽ നന്നാകുമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നത്.